ജൻസികൾ നടത്തുന്ന കലാപങ്ങളാണ് ഇപ്പോൾ എങ്ങും വാർത്തകളിൽ നിറയുന്നത്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ചെറുപ്പക്കാരാണ് സർക്കാരുകളെ അട്ടിമറിച്ചത്. നേപ്പാളിൽ കലാപത്തിൽ ശരിക്കും ജൻസികൾ എന്ന നിർവചനത്തിൽ വരുന്നവർ തന്നെയായിരുന്നു. ലഡാക്കിലെ കലാപത്തിന് പിന്നിലും ജൻസികൾ ആണെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായി. വിദ്യാഭ്യാസം നടത്തുന്ന പ്രായത്തിലുള്ളവർ കലാപങ്ങൾക്കിറങ്ങുന്നതിനെക്കുറിച്ച് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് വന്നത് ഇങ്ങ് കേരളത്തിൽ നിന്നാണ്. അരനൂറ്റാണ്ട് മുൻപ് നടന്ന തലശ്ശേരി കലാപകാലത്ത് അന്ന് കലാപം അന്വേഷിച്ച ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷനാണ് ചെറുപ്പക്കാരെ കലാപകാരികളാക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. അന്ന് രണ്ടു വശത്തും നിരവധി വിദ്യാർത്ഥികൾ ആയുധം എടുത്തിറങ്ങിയതിനെക്കുറിച്ച് കമ്മീഷൻ വിശദമായി അന്വേഷിച്ചിട്ടുണ്ട്. ആയുധ പരിശീലനം നൽകുന്നതിനെക്കുറിച്ചും കലാപത്തിന് തയ്യാറെടുപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അതിൽ വിശദമായി പറയുന്നുണ്ട്. ഇതാ ആ സത്യം പറയട്ടെ. ഡിസംബർ 28 കേരള ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വർഗീയ ലഹള തലശ്ശേരിയിൽ തുടങ്ങിയത് ഈ ദിവസമാണ്. മേലൂട്ട് മുത്തപ്പൻ മടപ്പുരയിലേക്കുള്ള കലശ ഘോഷയാത്രയിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഈ ഘോഷയാത്രയിലേക്ക് 2 ചെരുപ്പുകൾ വന്നു വീണതിനെ ചൊല്ലിയാണ് കലാപം തുടങ്ങിയതെന്ന് പിന്നീട് അന്വേഷണ കമ്മീഷന് മൊഴി ലഭിച്ചു. ചെരുപ്പ് വന്ന സ്ഥലത്തുണ്ടായിരുന്ന നൂർജഹാൻ ഹോട്ടലിന്റെ ഉടമ ആദ്യം ആക്രമിക്കപ്പെട്ടു. തൊട്ടടുത്ത് ഉറങ്ങിക്കിടന്ന 2 പേരും ആക്രമണത്തിനിരയായി. സംഘർഷം അവിടെ തുടങ്ങി. 29 പുലർച്ചെ 2:30 നൂർജഹാൻ ഹോട്ടൽ ആക്രമിക്കപ്പെട്ടതെന്ന് ഡിവൈഎസ്പി PK പത്മനാഭൻ കമ്മീഷന് മൊഴി നൽകി. വളരെ ആസൂത്രിതമായി നടന്ന ആക്രമണമായിരുന്നു അതെന്ന് ചെന്ന് കണ്ടവർക്കെല്ലാം ബോധ്യമായി. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി തയ്യാറെടുത്തു നിന്നവർ ചിലപ്പോൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ആക്രമിച്ചു എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. പുലർച്ചെ വരെ ആ സംഘർഷം നീണ്ടു. രാവിലെ 8:15 ഡ്രൈവർ ബസ്സുമായി സ്റ്റേഷനിലെത്തുന്നത്. ഒരു സംഘം ആളുകൾ ബസ് തടഞ്ഞ് ആക്രമിച്ചു എന്നായിരുന്നു മൊഴി. 9:15 പട്രോളിങ്ങിന് പോയ കൂത്തുപറമ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ അതിവേഗം മടങ്ങിയെത്തി. സ്ഥിതി നിയന്ത്രണാതീതമാണ്. ചെറിയ ചെറിയ സംഘങ്ങൾ വ്യാപകമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് SI റിപ്പോർട്ട് ചെയ്തത്. സംഘർഷത്തിന് മുന്നിൽ മുഴുവൻ ചെറുപ്പക്കാരായിരുന്നു, ഏറെയും വിദ്യാർത്ഥികൾ. റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പെട്രോൾ പമ്പ് നിന്ന് കത്തുന്നതാണ് പിന്നീട് കണ്ടത്. ഹിന്ദുക്കളുടെയും മുസ്ലിംകളുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലേറെയും തുടർന്ന് കത്തിക്കൊണ്ടിരുന്നു. തലശ്ശേരിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കലാപ തീ പടർന്നു. ഹിന്ദുവിന്റെ ഒരു കട കത്തിച്ചാൽ മുസ്ലിമിന്റെ ഒരു കടയ്ക്ക് തീയിടും. മുസ്ലിമിന്റെ ഒരു വീട് കത്തിയാൽ ഹിന്ദുവിന്റെ മറ്റൊരു വീട് കത്തിക്കും. പറഞ്ഞാൽ നിൽക്കാത്ത ചെറുപ്പക്കാരുടെ കൂട്ടത്തെ കൊണ്ടാണ് ഇരുവശത്തുമുള്ള നേതാക്കൾ കലാപം അഴിച്ചുവിട്ടത്. സിനിമകളിൽ എന്നതുപോലെ മാരകായുധങ്ങളുമായി ഇരുവിഭാഗങ്ങളും തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു. പോലീസ് ഇടപെടാൻ കഴിയാത്തത്ര ദുർബലരും ആയിരുന്നു. ആക്രമണം മാത്രമല്ല, കൊള്ളയും വ്യാപകമായി നടന്നു. സമാധാനം എന്ന സന്ദേശവുമായി ആർക്കും തലശ്ശേരിയിലേക്ക് ചെല്ലാൻ കഴിയാത്ത സ്ഥിതി. അവിടെ CPIM നേതൃത്വത്തിൽ നേതാക്കൾ കലാപം തടയാൻ ശ്രമിച്ചതിനെ കുറിച്ചും കമ്മീഷൻ എഴുതി വെച്ചു. കലാപത്തിൽ എത്ര പേർ ഇരകളാക്കപ്പെട്ടു എന്നതിന് ഇന്നും കൃത്യമായ കണക്കില്ല. 589 കേസുകളാണ് കലാപത്തിന് ശേഷം രജിസ്റ്റർ ചെയ്തത്. അതിൽ ഒന്നിലും ആരെയും ശിക്ഷിച്ചില്ല. ഒരാഴ്ച മുഴുവൻ തലശ്ശേരി നഗരം കത്തിയെരിഞ്ഞെങ്കിലും അന്ന് പത്രങ്ങൾ കാണിച്ച സംയമനം പിന്നീട് പ്രശംസിക്കപ്പെട്ടു. മറ്റിടങ്ങളിലേക്ക് കലാപം പടരാതിരിക്കാനായി വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുള്ളൂ. ഇതിനൊപ്പം അനേകം കിംവദന്തികളും പ്രചരിച്ചു. സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയെന്നും മുല മുറിച്ചുവെന്നും വരെ പ്രചാരണമുണ്ടായി. അവിടെ കാതോട് കാത് പടർന്നതിലേറെയും നുണകളായിരുന്നു. പലതും സംഭവിക്കാത്തവയും അർദ്ധസത്യങ്ങൾ പൊലിപ്പിച്ചെടുത്തവയുമായിരുന്നു. 2 പേർ കൂടി കണ്ടാൽ പരസ്പരം ആക്രമിക്കുന്ന നിലയിലേക്ക് തലശ്ശേരി എത്തി. 3 ഘട്ടങ്ങളായി നടന്ന തലശ്ശേരി കലാപത്തിൽ ആദ്യത്തേത് വളരെ ആസൂത്രിതമായിരുന്നു എന്നാണ് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. ദീർഘകാലമായി നടത്തിയ തയ്യാറെടുപ്പുകളുടെ ഫലമായാണ് മറുവിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾ ആക്രമിച്ചത്. പല സ്ഥലങ്ങളിലും ഒരേ സമയം പൊടുന്നനെ ഉണ്ടായ ആക്രമണങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിയതിന്റെ സൂചനയാണെന്നും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. രണ്ടാമത് നടന്ന കലാപം ആദ്യത്തേതിനുള്ള തിരിച്ചടിയായിരുന്നു. പ്രാദേശികമായി പെട്ടെന്ന് സംഘടിച്ചാണ് രണ്ടാം കലാപം മറുവിഭാഗം നടത്തിയത്. മൂന്നാമത്തെ കലാപം ആദ്യത്തെ വിഭാഗം തന്നെ രണ്ടാമത്തെ സംഘത്തിന് നൽകിയ തിരിച്ചടിയാണെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി. ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിന്ന് ഒരു ഭാഗം ശ്രദ്ധിക്കുക. പോലീസ് നിയമപരിപാലനത്തിന് ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് കലാപത്തിലേക്ക് നയിച്ചതെന്ന് രേഖപ്പെടുത്താൻ കമ്മീഷൻ ആഗ്രഹിക്കുകയാണ്.
പോലീസ് മാത്രമല്ല, ഉത്തരവാദപ്പെട്ട പ്രാദേശിക റവന്യൂ ഉദ്യോഗസ്ഥരും പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ചില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരാണ് കലാപത്തിന് ഇറങ്ങിയത് എന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. ഭാവിയിൽ രാജ്യത്തെ നയിക്കേണ്ടത് ഇവരാണ്. സർക്കാരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മനസ്സുവെച്ചാൽ മാത്രമേ ഇത്തരം കലാപങ്ങൾ ഇല്ലാതാവുകയുള്ളൂ. ഇതാണ് കമ്മീഷൻ എഴുതി വെച്ചത്. ഇത് തടയുന്നതിനായുള്ള കമ്മീഷന്റെ നിർദ്ദേശങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. 1. മതാധിഷ്ഠിതമായി രാഷ്ട്രീയ പാർട്ടികൾ മേലിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഭാവിയിൽ രൂപീകരിക്കുന്നതും തടയണം. 2. വർഗീയതയാണ് ദേശീയോദ്ഗ്രഥനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി. ഹിന്ദുയിസത്തിന്റെയും ഇസ്ലാമിനെയും അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ രൂപീകരിക്കുന്ന പാർട്ടികളെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. 3. നിരോധന നിയമങ്ങളെക്കാൾ ഫലപ്രദമാവുക ജനമനസ്സിൽ വർഗീയതയ്ക്കെതിരായ ബോധം വളർത്താനുള്ള ശ്രമങ്ങളാണ്. 4. മതേതര കക്ഷികളിലേക്കുള്ളവരെ വർഗീയത കടന്നുകയറി എന്ന് കമ്മീഷൻ നിരീക്ഷിക്കുകയാണ്. ഇത് നിയന്ത്രിക്കേണ്ടത് അതത് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളവരാണ്. 5. ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലിൽ നിന്നാണ് അവർ മതാധിഷ്ഠിതമായ പാർട്ടികളിൽ ചേരുന്നത്. ഇത് പരിഹരിക്കാൻ സർക്കാർ നടപടികളാണ് ആവശ്യം. ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഒന്നാം തരം സാമൂഹിക പാഠ പുസ്തകമാണ്. മതം അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പാടില്ലെന്നും നിരോധിക്കണമെന്നുമാണ് കമ്മീഷൻ എഴുതി വെച്ചത്. രാഷ്ട്രീയ അധികാരത്തിനായി മതത്തെ ഉപയോഗിക്കുന്നവരാണ് കലാപത്തിന് കാരണമായതെന്നും കമ്മീഷൻ കണ്ടെത്തി. ആ റിപ്പോർട്ടിൽ ഒരു വാചകം കൂടിയുണ്ട്. കലാപകാലത്ത് ചെറുപ്പക്കാർ ഉൾപ്പെടെ തലശ്ശേരിയിലെ ഭൂരിപക്ഷം ജനങ്ങളും പെരുമാറിയത് മതഭ്രാന്ത് ബാധിച്ചതുപോലെയാണ്. ഇവരെ ജനാധിപത്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ നടപടികൾ എടുക്കണം. 1, 2, 10 പേർക്കല്ല, ജനതയിലെ ഭൂരിപക്ഷത്തിനും മതഭ്രാന്ത് ബാധിച്ചു എന്നെഴുതിയ ആ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇന്നത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. നമസ്കാരം.